വസ്തു വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് കൈക്കലാക്കിയ പണം തിരികെ ചോദിച്ച പ്രവാസി വനിതയെയും സഹോദരനെയും ആക്രമിച്ചതായി പരാതി. 62 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ പത്തനംതിട്ടയിലെ മെഡിക്കൽ സ്റ്റോർ ഉടമയടക്കം 5 പേർക്കെതിരെ പത്തനംതിട്ട പോലീസ് കേസെടുത്തു. തട്ടിപ്പുകാരന് കൂട്ടുനിൽക്കുന്നത് ജില്ലയിലെ പ്രമുഖ കോൺഗ്രസ് നേതാവെന്നും പരാതിക്കാരി പറയുന്നു. പത്തനംതിട്ട അന്ന മെഡിക്കൽസ് ഉടമ ബിജിനു, കണ്ടാലറിയാവുന്ന 4 പേർ എന്നിവർക്കെതിരെയാണ് കേസ്. വർഷങ്ങളായി US-ൽ കഴിയുന്ന DT തോമസ്, സഹോദരൻ സാബു തോമസ് എന്നിവരെ ആക്രമിച്ചുവെന്നാണ് പരാതി. ബിജിനു DT തോമസിൽ നിന്ന് വസ്തു വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് 62 ലക്ഷം രൂപ വിവിധ തവണയായി കൈപ്പറ്റിയിരുന്നു. ഈ തുക തിരികെ നൽകാമെന്ന് പറഞ്ഞ് കഴിഞ്ഞ 7-ാം തീയതി സന്തോഷ് മുക്കിന് വിളിച്ചു വരുത്തി ആക്രമിച്ചുവെന്നാണ്. ചോദിക്കുമ്പോൾ അസഭ്യവാക്യങ്ങൾ പറയുവാണ്. നിരന്തരം എന്നിട്ട് ഞങ്ങൾ വന്ന വണ്ടി തല്ലിപ്പൊട്ടിച്ചു, എന്നെ നാട്ടിൽ നിന്ന് വിടത്തില്ല, അല്ലെങ്കിൽ ഇങ്ങോട്ട് നാട്ടിൽ കാലുകുത്തത്തില്ല എന്നൊക്കെയാണ് പറയുന്നത്. ലഭ്യമായ വാക്കുകൾ പറയുകയും ഇവളുടെ തലയ്ക്ക് ഒരാൾ അടിക്കുകയും ചെയ്തു. ആ ആളിനെ കണ്ടാൽ ഞങ്ങൾക്കറിയാം. തട്ടിപ്പ് നടത്തിയ ജിനുവിന് മധ്യസ്ഥനായി എത്തുന്നത് DCC ഭാരവാഹിയാണെന്നും ഇവർ ആരോപിക്കുന്നു. ഈ കോൺഗ്രസിൻ്റെ തന്നെ DCCയിൽ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടൊരു അനിൽ P. തോമസ്, ഒരു അഡ്വക്കേറ്റ്, പുള്ളിയുടെ കൂടെ വരികയും ഇവൻ സൈലൻ്റായിട്ട് നിൽക്കുകയും അഡ്വക്കേറ്റാണ് കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നത്. എൻ്റെ കൂട്ടുകാരനാണ്, എൻ്റെ ക്ലാസ്മേറ്റാണ്, എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്, ഞാനാണ് അവന് വേണ്ടി സംസാരിക്കുന്നതെന്ന് പറഞ്ഞ് പുള്ളി പോലീസുകാരെ കൺവിൻസ് ചെയ്യിച്ചിട്ട് ഇതിൽ നിന്ന് ഞങ്ങളെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പണം തട്ടിയതിനും ആക്രമിച്ചതിനുമായി മെഡിക്കൽ സ്റ്റോർ ഉടമയ്ക്കെതിരെ 2 കേസുകൾ പത്തനംതിട്ട പോലീസ് എടുത്തിട്ടുണ്ട്. കൈരളി ന്യൂസ്, പത്തനംതിട്ട.